ചന്തു മേല് കുളിച്ച് വരുന്നത് നോക്കിയിരിക്കുകയാണ് മഹി. ഡാ, തല നനച്ചോ? ചോദിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളെ തിരിച്ചു നിർത്തി പരിശോധന നടത്തി. ഇല്ല മഹിയേട്ടാ, ഞാൻ നന്നായി ശ്രദ്ധിച്ചു. ആ, നിന്റെ ശ്രദ്ധയല്ലേ, അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാ നല്ലത്. അവൻ സ്നേഹത്തോടെ ശാസിക്കുന്നതാണെന്ന് അവൾക്കറിയാം. അവൻ അവളുടെ തലയിൽ മെല്ലെ തഴുകി. അതിൻ്റെ ആ ഒരു വശ്യതയിൽ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ ചെറുപുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. എത്ര ദിവസം കൊണ്ട് കൊതിക്കുന്നതാ ഈ ചേർത്ത് പിടിക്കൽ, അവൻ ഓർത്തു നിന്നു. അവൾ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്ത് സ്പീഡിലാ മഹിയേട്ടാ ഹൃദയമിടിക്കുന്നത്? എന്തെങ്കിലും ടെൻഷനുണ്ടോ? അവൾ കണ്ണുകൾ ചുരുക്കി. നീ ഇങ്ങനെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാ ചന്തു, അവൻ ചിരിയോടെ പറഞ്ഞു. അവളുടെ മുഖം ചുവന്ന് കയറി. ആ കണ്ണുകൾ താഴ്ന്നു. അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. അവളുടെ കണ്ണുകൾ പിടയ്ക്കുന്നു. ചന്തു, അവളൊന്നു മൂളി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ മൃദുവായി അമർന്നു. അവൾ കണ്ണുകൾ മെല്ലെ അടച്ചു. അവൻ്റെ ചുണ്ടുകൾ കൺപോളയെ തഴുകി. അവളുടെ നെഞ്ചടിപ്പ് വർദ്ധിച്ചു തുടങ്ങി. മൂക്കിന്മേൽ ചുണ്ടുകൾ അമർന്നു. അവൾ വിരലിൽ കുത്തിയുയർന്നു. അവൻ മെല്ലെ പിന്മാറി. അവളുടെ ചുവന്ന് തൊടുത്ത മുഖത്തേക്ക് നോക്കി നിന്നു. വിറ കൊള്ളുന്ന അധരങ്ങൾ. അവന് കണ്ണെടുക്കാൻ തോന്നിയില്ല. അവൻ്റെ നോട്ടം തന്നിലാണെന്ന് കണ്ണുകൾ തുറക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായി. അതോടെ അവളുടെ മുഖം അരുണാഭമായി. അവൻ അവളുടെ മുഖം പിടിച്ചെടുക്കാൻ കൈകൾ ഉയർത്തി. അതേ വല്യേച്ചി, മഹി ഞെട്ടി കൈകൾ പിൻവലിച്ചു. എന്താ മോളെ? മഹി വേഗം വാതിൽ നിൽക്കുന്ന പവിയിലേക്ക് തിരിഞ്ഞു. അരുണേട്ടൻ വിളിക്കുന്നു ഏട്ടാ, എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ചന്തുവിനെ ഒന്ന് നോക്കിയതും അവൾ പുഞ്ചിരിയോടെ മൗനാനുവാദം നൽകി. അവൻ പുറത്തേക്ക് പോയതും പവി അകത്തേക്ക് കയറി. ബെഡിലിരുന്ന ചന്തുവിൻ്റെ അരികെ ഇരുന്നു. അവളെ ചാരി കിടന്നു. അരുണേ, എന്താടാ? ഡാ, ഈശ്വരി അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായി, ഹോസ്പിറ്റൽ കൊണ്ടുപോയേക്കുന്നു. നീ എങ്ങനെ അറിഞ്ഞു? നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ് ദേവു എന്നെ വിളിച്ചു. അവളാണെന്ന് കണ്ട് ഞാൻ കോൾ എടുത്തില്ല. ഇപ്പതേ വോയിസ് നോട്ട് ഇട്ടേക്കുന്നു. ആ, അവര് കൊണ്ടുപോയില്ലേ, ഇനി എന്താ? താല്പര്യമില്ലാത്തതുപോലെ മഹി പറഞ്ഞു. ഡാ, ഇതങ്ങനെയല്ല, കുറച്ച് സീരിയസാ. നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. അവസാന ആഗ്രഹം എന്ന നിലയിലെങ്കിലും. അരുൺ? അതേ മഹി, അറ്റാക്ക് ആയിരുന്നു, ICUവിലാണ്. നിന്നെ കാണണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മഹി വേഗം അകത്തേക്ക് കയറി ചന്തുവിനോട് പുറത്തു പോയിട്ട് വരാം എന്ന് പറഞ്ഞിറങ്ങി. ഒപ്പം അരുണും. അവർ ചെല്ലുമ്പോൾ ആര്യ അവനെ വല്ലായ്മയോടെ നോക്കി. മഹേശ്വരി പറഞ്ഞ വാക്കുകളായിരുന്നു അവരുടെ മനസ്സ് നിറയെ. ഉമ അവനെ കണ്ട് അടുത്തേക്ക് ചെന്നു. മോനെ, ഡോക്ടർ പറഞ്ഞു നിന്നെ അറിയിക്കാൻ, അതാ. മഹി ഒന്ന് മൂളി. അവൻ ഡോറിൽ തട്ടി. നഴ്സ് എത്തി നോക്കി. മഹേശ്വറാണോ? അവൻ തല കുലുക്കിയതും ഡോർ തുറന്നു. അവൻ അകത്തേക്ക് കയറി. ബെഡിൽ തളർന്നു കിടക്കുന്ന തൻ്റെ അമ്മയെ കണ്ടിട്ടും മഹിയുടെ മനസ്സ് വേദനിച്ചില്ല. മോനെ, മഹി. ആ തളർന്ന സ്വരം കേട്ട് അവൻ ഞെട്ടി. അവർ അവനെ കൈയാട്ടി അരികിലേക്ക് വിളിച്ചു. അവൻ നിർവികാരതയോടെ അവരുടെ അരികിലേക്ക് നടന്നു. അടുത്തെത്തിയ അവൻ്റെ കൈകളിൽ അവർ മെല്ലെ പിടുത്തമിട്ടു. അവർ ഒരു കൈയാൽ മാസ്ക് മെല്ലെ മാറ്റി. മോനെ, നിനക്ക് ഈ അമ്മയോട് വെറുപ്പാണെന്നറിയാം. പക്ഷെ അതിന് കാരണം ഞാൻ തന്നെയാണ്. എൻ്റെ വെറുപ്പ് നിന്നോടല്ല മോനെ, നിന്റെ അച്ഛനോട്. ആ വെറുപ്പാ എന്നെ നിന്നിൽ നിന്നും അകറ്റിയത്. ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. ഇല്ല, നിനക്കൊന്നും അറിയില്ല. ആര് പറഞ്ഞു? നിങ്ങൾക്കാ ഒന്നും അറിയാത്തത്. മോനെ, നിന്റെ അച്ഛൻ നിന്റെ മുൻപൻ നല്ലവനായി അഭിനയിച്ചതാ. സത്യത്തിൽ അയാൾ ഒരു നീചനാ. വേണ്ട, അച്ഛനെ പറ്റി ഇനിയൊരു അക്ഷരം മിണ്ടരുത്. നിങ്ങൾക്കതിനുള്ള യോഗ്യതയില്ല. എൻ്റെ അച്ഛൻ്റെ നന്മയെപ്പറ്റി
നിങ്ങൾക്കറിയില്ല, ഒന്നും അറിയില്ല. എൻ്റെ അച്ഛൻ പാവ. ആരെയും കൊല്ലാൻ അച്ഛന് കഴിയില്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ പ്രണയത്തെ ഇല്ലാതാക്കിയത് എൻ്റെ അച്ഛനല്ല, നിങ്ങളുടെ സഹോദരൻ മഹാദേവനാണ്. കൂട്ടുനിന്നത് അനിയനും. എന്നിട്ട് രണ്ടും കൂടി നിങ്ങളുടെ മുന്നിൽ അച്ഛനെ പ്രതിയാക്കി. അവരുടെ കൂട്ടുകാരനായിരുന്നല്ലോ വിശ്വനങ്കിൾ. അങ്കിളിന്റെ കയ്യിലെ പണം തട്ടിയെടുക്കാൻ വേണ്ടി ആ പാവത്തെ മറഞ്ഞിരുന്ന് കുത്തിയത് നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ അച്ഛൻ നിങ്ങളെ വിവാഹം കഴിച്ചത്, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ. പക്ഷെ നിങ്ങളിലൂടെ സ്വന്തം സ്ഥാനമുറപ്പിക്കാൻ അവർ ശ്രമിച്ചു. നിങ്ങൾ എൻ്റെ അച്ഛനെ വെറുക്കണം. അവർ പറയുന്നതനുസരിച്ച് നിൽക്കാൻ, നിങ്ങളെ അവരുടെ കയ്യിലെ കളിപ്പാവയാക്കി മാറ്റാൻ. അന്ന് രാത്രി നിങ്ങളുടെ സഹോദരന്മാർ എൻ്റെ അച്ഛന് മയക്കുമരുന്ന് കുത്തിവെച്ചു. അതിൻ്റെ ബാക്കിയാ അന്ന് രാത്രി നടന്നതൊക്കെ. ഇതൊന്നും അറിയാതെ നിങ്ങൾ എൻ്റെ അച്ഛനെ വെറുത്തു. ആ പാവത്തിന് പറയാനുള്ളത് കേൾക്കാൻ നിങ്ങൾ തയ്യാറായില്ല. ഏട്ടന്മാരായിരുന്നു നിങ്ങൾക്ക് വലുത്. ഞാനുണ്ടായിട്ട് പോലും നിങ്ങൾക്ക് അവരുടെ മക്കളെ മതി. അതൊക്കെ ക്ഷമിക്കാം. പക്ഷേ സ്വന്തം മകന്റെ മുന്നിലൂടെ അന്യപുരുഷനെ മുറിയിൽ കയറ്റി മകന് മുന്നിൽ കതക് വലിച്ചടയ്ക്കുന്ന ഒരമ്മയോട് ഒരിക്കലും ഒരു മകനും ക്ഷമിക്കാൻ കഴിയില്ല. മോനെ, വേണ്ട, വിളിക്കരുതങ്ങനെ. ഈ വിളിക്ക് വേണ്ടി കൊതിച്ചപ്പോഴൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ എനിക്കിതിൻ്റെ ആവശ്യമില്ല. പെറ്റമ്മ അല്ലെങ്കിലും നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരമ്മയുണ്ട് എനിക്കിന്ന്, എൻ്റെ ആച്ചിയമ്മ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ? അവരുടെ മകളാ എൻ്റെ ചന്തു. ഞാൻ തേടിപ്പിടിച്ച് സ്വന്തമാക്കിയ എൻ്റെ പെണ്ണ്. സ്വത്തിനു വേണ്ടി അവളെയും ഇല്ലാതാക്കാൻ തുനിഞ്ഞു നിങ്ങളുടെ സഹോദരന്മാർ. ഒരു കുടുംബം മുഴുവൻ ശിഥിലമാക്കിയിട്ടും അവർക്ക് മതിയായില്ല. എൻ്റെ പെണ്ണിനെ തൊട്ട് അവരിന്ന് ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല. അവര് മാത്രമല്ല, അവരുടെ അതേ ജനസായ ദത്തും. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾ പ്രാണൻ കൊടുത്തു കൂടെ കൊണ്ട് നടന്നവർ തന്നെയാ നിങ്ങളുടെ ജീവിതം ഇരുട്ടിലാക്കിയത്. എൻ്റെ അച്ഛനെ നിങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നു. എനിക്ക് ഒരമ്മയുടെ വാത്സല്യം നഷ്ടമാകില്ലായിരുന്നു. അന്ന് കിട്ടാത്ത ഒന്നും ഇന്നെനിക്ക് വേണ്ട. എൻ്റെ അച്ഛൻ്റെ ആത്മാവ് പോലും പൊറുക്കില്ലത്. നിറഞ്ഞ കണ്ണുകൾ അടച്ച് ആ തുള്ളിയെ ഇറ്റിച്ചു കളഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. ഈശ്വരി വെന്തുരുകി. അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കുതിച്ചൊഴുകി. ഹൃദയം മുറിഞ്ഞു, രക്തം വാർന്നു. അവർ ഉറക്കെ അലറിക്കരഞ്ഞു, ഒരു ഭ്രാന്തിയെപ്പോലെ. മോനെ, ആര്യ അവൻ്റെ അടുത്തേക്ക് ഓടി. ചേച്ചി, ചേച്ചി മോനോട് പറഞ്ഞു. അവർക്കറിയാത്തത് ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരായുസ് മുഴുവൻ തെറ്റുകൾ മാത്രം ചെയ്തു കൂട്ടിയ അവർക്ക് സെക്കൻഡ് ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അമ്മായി. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഒപ്പം അരുണും. അതെ, IPS പോവാണോ? പിന്നിൽ നിന്നും ദേവുവിന്റെ വിളി. നീ എന്താ ഇവിടെ സദ്യ വിളമ്പുന്നോ? എന്നാ ഞാൻ പോണില്ല. അവൾ മുഖം ഏറ്റിപ്പിടിച്ചു. ഏട്ടാ, ഈ അരുണേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. എന്നോടെന്തോ ദേഷ്യമുള്ളതുപോലെ. ഞാൻ പിന്നെയും പട്ടിയെ പോലെ പിന്നാലെ നടക്കുക. നീ എന്തിനാ അവന്റെ പിന്നാലെ നടക്കുന്നത്? അത് ഞാൻ... അവൾ തലമാന്തി. അരുണേ, ഞാൻ കാർ എടുത്തിട്ട് വരാം. മഹി പോയതും ദേവു അരുണിന്റെ കയ്യിൽ പിടിച്ചു. കുഞ്ഞിയെ ദത്തെടുത്തു അല്ലേ? നന്നായി. പാവം കുഞ്ഞ്. ആരാണോ അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞത്? നിന്റെ തന്ത. ഹേ, ഞെട്ടണ്ട, ഉള്ളതാ പറഞ്ഞത്. നിന്റെ തന്ത തന്നെയാ അതിനെ പെരുവഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞത്. പണ്ട് നിന്റെ ആങ്ങളയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വീട് വിട്ടുപോയ ഒരു വേലക്കാരിയെ ഓർമ്മയുണ്ടോ നിനക്ക്? അവൾ തലയാട്ടി. അവരുടെ മോളിൽ നിന്റെ പൊന്നാങ്ങളയ്ക്കുണ്ടായതാ കുഞ്ഞി. അരുണേട്ടാ? അതേടി, പുറം ലോകം അറിയാതിരിക്കാൻ, സംരക്ഷിക്കാൻ എന്ന പേരിൽ നിന്റെ തന്ത അവിടെ കയറിക്കൂടി. പ്രസവിച്ചുടനെ ആ കുഞ്ഞിനെയും ഉപേക്ഷിച്ച് കളഞ്ഞു.
ആ പെങ്കൊച്ചിന്റെ സമനില തെറ്റിപ്പോയി. അത് ട്രെയിനിന്റെ മുന്നിൽ ചാടി ചത്തു. നിന്റെ തന്തയും ആങ്ങളെയും ചെയ്തതൊക്കെ ഓർക്കുമ്പോ എനിക്ക്... അരുണേട്ടൻ എങ്ങനെ ഇതൊക്കെ? കുഞ്ഞിയെ വളർത്തിയത് ഒരു ഭിക്ഷക്കാരനാ. അയാള് പറഞ്ഞു എന്നോടെല്ലാം. കുഞ്ഞിയെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചു ഒക്കെയും. മഹിയോട് പറഞ്ഞപ്പോ ദത്തിന്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് തന്നു. ഞാൻ DNA ചെയ്തു. കൺഫേം ചെയ്ത ശേഷമാണ് മഹി അവളെ ഏറ്റെടുത്തത്. അതുകൊണ്ടാ അനാഥ മന്ദിരത്തിലാക്കാതെ അവൻ ചേർത്ത് പിടിച്ചത്. എന്റെ ഇമക്കുട്ടിയെ ഓർത്തപ്പോ കുഞ്ഞിയെ വിട്ടുകളയാൻ തോന്നിയില്ല. ഞാൻ വളർത്തു അവളെ എന്റെ ഇമക്കുട്ടിയായി കരുതി. അരുണേട്ടാ, അവനിപ്പോ ജീവനോടുണ്ടോ? അരുൺ വിലങ്ങനെ തലയാട്ടി. അത് പ്രതീക്ഷിച്ച പോലെ അവൾ കണ്ണുകൾ തുടച്ചു. അരുണേട്ടന് എന്നെയും എൻ്റെ സ്നേഹത്തെയും സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇമയോട് എൻ്റെ ഏട്ടൻ ചെയ്തതിന് പ്രായച്ചിതമായിട്ടല്ല ഞാൻ അരുണേട്ടൻ്റെ പിന്നാലെ നടന്നത്. അത്രയ്ക്കിഷ്ടമായോണ്ടാ. എൻ്റെ അച്ഛനും ഏട്ടനും കാരണം അരുണേട്ടൻ എന്നോടും വെറുപ്പാണെന്ന് ഞാൻ... ഇല്ല, ഇനി ഞാൻ അരുണേട്ടനെ ശല്യം ചെയ്യില്ല. ഒരിക്കലും ഞാൻ ഏട്ടൻ്റെ മുന്നിൽ വരില്ല. എല്ലാത്തിനും സോറി. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു. അവളുടെ ആ അവസ്ഥ കണ്ട് അരുണിന്റെ ഹൃദയം വിങ്ങി. അവന്റെ ഉള്ളിൽ ഇമയുടെ ചിരിക്കുന്ന മുഖം ഓടിയെത്തി, ഒപ്പം കുഞ്ഞിയുടെയും. കാറുമായി മഹി എത്തിയതും അവൻ കയറി സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ചു കിടന്നു. അവന്റെ അവസ്ഥ അറിയുന്ന മഹി അവനോടൊന്നും ചോദിക്കാൻ നിന്നില്ല. മഹി നിരത്തിലൂടെ കാർ പായിച്ചു. കണ്ണു തുറക്കുമ്പോൾ താൻ എവിടെയാണെന്ന് ലച്ചുവിന് മനസ്സിലായില്ല. കുറച്ചു നിമിഷം കഴിഞ്ഞപ്പോൾ താനൊരു ഹോസ്പിറ്റലാണെന്ന് അവൾക്ക് ബോധം വന്നു. തന്നെ ആരാണിവിടെ കൊണ്ടുവന്നത് എന്നറിയാൻ അവൾ ചുറ്റും നോക്കി. കസേരയിൽ ചാരിയിരിക്കുന്ന ആളുകളെ കണ്ടതും അവളുടെ കണ്ണുകൾ അമ്പരപ്പിൽ വിടർന്നു. അവർ അവളെ നോക്കി ചിരിച്ചു. അതോടെ ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. ലേഡി ഡെവിൾ കരയുന്നോ? അവർ അവൾക്ക് ഇരുവശവും വന്നു നിന്നു. നിനക്ക് ഞങ്ങളെ ഓർമ്മ കാണില്ല എന്നാണ് കരുതിയത്. അന്ന് നീ ഇവളുടെ തല പൊട്ടിച്ചു പോയപ്പോ നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. പിന്നീട് ഓർത്തപ്പോ നിന്നോട് സഹതാപം തോന്നി. നിന്റെ ആ തല്ലിൽ ഇവൾക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അന്ന് ഞാൻ സഹായത്തിന് വിളിച്ചത് രോഹിയെയും അജുവിനെയുമാ. അതോടെ എൻ്റെ ലൈഫ് മാറി മറിഞ്ഞു. ഞാനിപ്പോ അജുവിൻ്റെ ഭാര്യയാണ്. ഞാനും അവനും ഒരേ ഓഫീസിലാ വർക്ക് ചെയ്യുന്നേ. അങ്ങനെയാ നിന്നെ വീണ്ടും കണ്ടത്. ഞാൻ ഓടി വന്നപ്പോഴേക്കും നീ വീണു പോയിരുന്നു. ലച്ചു നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ കൂട്ടുകാരികളെ നോക്കി. എന്നോട് ക്ഷമിക്കണം. മായയുടെയും സാന്ദ്രയുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ലച്ചു വലിയ വായിൽ കരഞ്ഞു. ഡി, ഇങ്ങനെ കരയാതെ. നീ ഇങ്ങനെ മാറുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയില്ല. മായ ചിരിയോടെ പറഞ്ഞു. മായ, സാന്ദ്ര, എനിക്ക് രോഹിയെ കാണണം. നിങ്ങൾക്കറിയോ എൻ്റെ രോഹി എവിടെയാണെന്ന്? എനിക്ക് അവനോട് പറയണം. ഞാൻ അവനെ എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നെന്ന്. അവന് കൊടുക്കാൻ എൻ്റെ അടുത്തൊരു സർപ്രൈസ് ഉണ്ടെന്ന്. നിങ്ങൾക്കറിയോ എൻ്റെ രോഹി എവിടെയാണെന്ന്? അവൾ പ്രതീക്ഷയോടെ അവരെ നോക്കി. മായയും സാന്ദ്രയും പരസ്പരം നോക്കി. പറ മായ, നിങ്ങൾക്കറിയോ? എനിക്കവനെ കാണണം. എനിക്ക് വേണോ അവനെ, എൻ്റെ രോഹിയെ. നിന്റെ രോഹിയോ? ആ ശബ്ദം കേട്ടതും മൂവരും വാതിലിലേക്ക് നോക്കി.